السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وأصحاب سيدنا محمد بقدر حسنه وجماله وكماله كلما ذكرك وذكره الذاكرون وغفل عن ذكرك وذكره الغافلون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ സഫറുൽ ഖൈർ, സഫറുൽ മുഅല്ലം തുടക്ക ദിനങ്ങളിലാണ്. സഫർ 3 പരിശുദ്ധമായിരിക്കുന്ന റബീഉന്നൂർ, റബീഉൽ അവ്വൽ ഷരീഫ്, ആ പുണ്യമേറിയ മാസം നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷഹ്റു സുറൂരി വൽ ബഹ്ജത്തി മദ്ഹറു മംബഇൽ അൻവാരി വർ റഹ്മത്തി ഷഹ്റു റബീഉൽ അവ്വൽ എന്ന ആ പുണ്യമേറിയ മാസം മജ്മു ബിഹാറിൽ അൻവാർ ഈ വിധത്തിൽ വിശേഷിപ്പിച്ച ആ പുണ്യമേറിയ മാസം ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി റബീഉന്നൂർ, റബീഉൽ അവ്വൽ ഷരീഫ്, ആ പുണ്യമാസത്തിന് വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന സന്ദേശമാണ് ഹദിയത്തുൽ അസ്ഹരിയ ലിൽ ഇസ്തിഅദാദി ലിഷ് റബീഉന്നൂർ. അൽ ഹദിയത്തുൽ അസ്ഹരിയ ഫിൽ ഇസ്തിഅദാദി ലി ഷഹരി റബീഉന്നൂർ എന്ന ആ പുണ്യമേറിയ സന്ദേശമാണ് ഇതിൻ്റെ ഉദ്ദേശം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ ജനിച്ച ആ പുണ്യമേറിയ മാസം നമ്മളോട് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി അല്ലാമ ഷാലിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ഉറൂസ് മുബാറക്ക് യൗമു മശായിഖ് അഹ്ലി സുന്ന മുഹറം 27 തിങ്കളാഴ്ച കഴിഞ്ഞു. ഇനി നമ്മളോട് വളരെ അടുത്തുള്ളത് യൗമുൽ മഖ്ബൂലീൻ, സയ്യിദുന ശംസുൽ ഉലമ മഖ്ബൂൽ ഷാ അൽ കശ്മീരി അൽ ഖാദിരി അൽ ഹാങ്കലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്. അതിൻ്റെ ശേഷം സഫറുൽ ഖൈർ 25 യൗമുൽ മുജദ്ദിദീൻ ഇമാം അഹ്മദ് റളാ ഖാൻ റഹിമഹുള്ളയുടെ ഉറൂസ് മുബാറക്. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളെ അനുസ്മരണങ്ങളും തവസ്സുലും ചെയ്ത് നമ്മുടെ മഖ്സൂദുൽ ആദം വാസിത്തത്തുൽ ഉലമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളെ ഹളറത്തിലേക്ക് ഈ മഹത്തുക്കളെ തവസ്സുൽ ചെയ്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന റബീഉന്നൂർ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സഫർ 5 മഖ്ബൂൽ ഷാ കശ്മീരി റഹിമഹുല്ലാൻ്റെ ഉറൂസ്. അതുപോലെ ഈ മാസത്തിൽ ഒരുപാട് മഹാന്മാർ, ഒരുപാട് ആഷിഖീങ്ങളുടെ മാസമാണ് ഷഹറുൽ ആഷിഖീൻ. അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹത്തുക്കൾ, മുജദ്ദിദ് അൽ ഫിസാനി അഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, ഷെയ്ഖുന നിബ്രാസുൽ ഉലമാ തുടങ്ങിയ ഒരുപാട് മഹാന്മാരുടെ മാസം ആഷിഖുർ റസൂൽ അബ്ദുൽ ഖാദിർ മുസ്ലിയർ അൽ കുന്ദൂരി, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും റഫ്ഉ ദറജാത്ത് നൽകി അവരുടെ ബർക്കത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വലിന് വേണ്ടി നാം തയ്യാറെടുപ്പ് ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ധാരാളം പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ജാനിബ് മാത്രമല്ല, ഒരുപാട് ജാനിബുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും പകർത്തുകയും ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ മുഴുവനും അതിൻ്റെ കമാ ഹഖുഹു ഇല്ലാതെയാക്കാൻ ദീനിൻ്റെ ശത്രുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ ശത്രുക്കൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൻ്റെ പരിപൂർണ സന്ദേശങ്ങളും സ്വീകരിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ലറൂറിയാത്തുദ്ദീന്, ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅ, അതിനെ ശരിക്കും പഠിക്കുകയും പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യലോടുകൂടെ മഅമൂലാത്തു അഹ്ലി സുന്ന, സുന്നത്ത് ജമാഅത്തിൻ്റെ പുണ്യ ആചാരങ്ങൾ, അത് മുഖേന നമുക്ക് ഈമാനിക വളർച്ച ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈദ് മീലാദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റബീഉൻ നൂർ, റബീഉൽ അവ്വൽ ഷരീഫ്. ആ പുണ്യമേറിയ മാസം, ആ പുണ്യമേറിയ ദിനമാണ് നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും നമ്മൾ ധാരാളം പഠിക്കേണ്ടതുണ്ട്. അവിടുത്തെ ജമാലിയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതോടുകൂടെ അവിടുത്തെ ജലാലിയത്തും പഠിക്കേണ്ടതുണ്ട്. അൽ ഹുബ്ബു ഫില്ലാഹി പഠിക്കലോടുകൂടെ അൽ ബുഗ്ദു ഫില്ലാഹി എന്നതും നാം പഠിക്കേണ്ടതുണ്ട്. ആ സമയത്താണ് ഇസ്ലാമിൻ്റെ പരിപൂർണത നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുക. നമ്മുടെ ഈമാനിൻ്റെ വളർച്ചയ്ക്കും ഈമാൻ്റെ സലാമത്തിനും ഇസ്തിഖാമത്തിൻ്റെ പരിപൂർണ രൂപം നമ്മുടെ മഹത്തുക്കൾ പഠിപ്പിച്ചതിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയുക. അപ്പം അതുകൊണ്ട് അൽ ഹുബ്ബു ഫില്ലാഹിൻ്റെ കൂടെ അൽ ബുഗ്ദു ഫില്ലാഹി പഠിക്കുക, അത് പ്രവർത്തിക്കുക, അത് അനുസരിച്ച് ജീവിക്കുക. അതേപോലെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ആലമീനാണ്. അവിടുത്തെ സ്വഭാവങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ, അവിടുത്തെ സീറത്തുകൾ, അവിടുത്തെ അഖ്ലാഖ് കരീമ, അവിടുന്ന് കാണിച്ച റഹ്മത്തുകൾ, അവിടുന്ന് കാണിച്ച ആ സൽസ്വഭാവങ്ങൾ ജീവിതത്തിൻ്റെ ഉടനീളം നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, വിശദീകരിച്ച് തന്ന അൽ ഹുബ്ബു ഫില്ലാഹി എന്നതിൻ്റെ കൂടെ അൽ ബുഗ്ദു ഫില്ലാഹി, ആരെ സ്നേഹിക്കുകയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, ആരോട് ദേഷ്യം വെക്കുകയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി ദേഷ്യം വെക്കുക. അമ്പിയാക്കൾ, സ്വഹാബത്ത്, അഹ്ലു ബൈത്ത്, ഉലമാ, ഔലിയാ, സ്വാലിഹീങ്ങളെ നാം സ്നേഹിക്കുമ്പോൾ അവരെല്ലാം തള്ളിപ്പറയുന്ന ബിദ്അത്തുകാരോടും അങ്ങനെയുള്ള ആളുകളോട് സാദൃശ്യമുള്ളവരോടും നമുക്ക് അള്ളാഹുവിന് വേണ്ടിയുള്ള ബുഗ്ദും ഉണ്ടാകേണ്ടതും എല്ലാം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, അവിടുത്തെ സന്ദേശങ്ങളിൽ നിന്ന്, അവിടുത്തെ അഹാദീസ് കരീമയിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പരിശുദ്ധ റബീഉൻ നൂർ, റബീഉൽ അവ്വൽ ഷരീഫ് കടന്നു വരുമ്പോൾ അവിടുത്തെ മദ്ഹ് മൗലിദുകൾ, പ്രത്യേകിച്ചും അവിടുത്തെ ആശിഖീങ്ങൾ പാടിപ്പറഞ്ഞ ബൈത്തുകൾ, അവർ ഷറഫാക്കപ്പെട്ട നാവിലൂടെ പറഞ്ഞ, അവരുടെ ഷറഫാക്കപ്പെട്ട കയ്യിലൂടെ എഴുതി വെച്ച ആ ഖസീദുകളും മദ്ഹുകളും മൗലീദുകളും മീലാദ് നാമകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്, ധാരാളം അധികരിപ്പിക്കേണ്ടതുണ്ട്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്ലാഖ് കരീമ എന്തെല്ലാമാണ്, അവിടുത്തെ അഅ്ളാഉ ഷരീഫയുടെ മഹത്വങ്ങൾ, അവിടുത്തെ ആസാരി ഷരീഫയുടെ മഹത്വങ്ങൾ, അവിടുത്തെ സ്വഭാവത്തെ സംബന്ധിച്ച്, അവിടുത്തെ ഓരോ മുഅ്ജിസാത്തിനെ സംബന്ധിച്ച്, അവിടുത്തെ പ്രത്യേകതകൾ, മാത്രമല്ല അവിടുത്തെ തസറുഫാത്ത്, ആ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്ത് ഷരീഫിൻ്റെ ശേഷം അവിടുത്തെ ഹുഖൂഖ് നമ്മൾ എന്തെല്ലാം പാലിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളെല്ലാം മഹത്തുക്കളൊക്കെ വിശദമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാരഥന്മാർ ഖസായിസുൽ കുബ്ര, ഇമാം ഖസ്തലാനി റഹിമഹുല്ലാ മവാഹിബുൽ ലദുന്നിയ, ഇമാം യൂസുഫ് ബിൻ സ്വാലിഹ് ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി സുബുലുൽ ഹുദ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, അതുപോലെ അഖായിദുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുഖൂഖ് നമ്മൾ ഏതെല്ലാം പാലിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയമായ ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈമാൻ, അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹ് 13-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറാ,
അള്ളാഹുവിനെ കൊണ്ടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വാസമില്ലാത്തവർക്ക്, ആ സത്യനിഷേധികൾക്ക് വേണ്ടി വലിയ അദാബ് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് സൂറത്തുൽ ഫത്ഹ് 13-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള ഈമാൻ, അള്ളാഹുവിൻ്റെ ഈമാൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈമാനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. ഈമാനും ബില്ലാഹിൻ്റെ കൂടെ ഈമാനും ബിർ റസൂൽ ജാമിയല്ലെങ്കിൽ അവൻ സത്യനിഷേധിയാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്വാഅത്ത്, അവിടുത്തെ അവാമിരിൻ്റെ ഇംതിസാല്, അവിടുത്തെ നവാഹിക്ക് ഇജ്തിനാബ്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതാണല്ലോ തഖ്വ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതാണ് സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈമാന് പ്രധാനമായിട്ടുള്ളത് എന്ന് അറിയിക്കുന്ന ആയത്തുകൾ. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാ, ഈ ആയത്ത്, അതുപോലെ പരിശുദ്ധ ഖുർആൻ ആലു ഇമ്രാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്ത്, അവിടുത്തെ സുന്നത്തിൻ്റെ ഇഖ്തിദാ, ഇത്തിബാ, അത് നിർബന്ധമാണെന്ന് സൂറത്തു ആൽ ഇമ്രാൻ്റെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബ് 21-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ആണ് നിങ്ങൾക്ക് ഉത്തമ മാർഗമുള്ളത്. അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിക്കുന്നവർ, ഖിയാമത്ത് നാളെ പ്രതീക്ഷിക്കുന്നവർ, അള്ളാഹുവിനിക്ക് ധാരാളം ദിക്ർ ചൊല്ലുന്ന, അള്ളാഹുവിനെ അധികമായി സ്മരിക്കുന്ന അവർക്കെല്ലാം പാഠമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധമുള്ളതിനെല്ലാം വലിയ മഹത്വമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. സൂറത്തുൽ അഹ്സാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സൂറത്തുൽ അഹ്സാബ് 6-ാമത്തെ ആയത്തിൽ. ഏതായാലും ഈ ആയത്തുകളിലൊക്കെ അല്ലാഹു തആല പറയുന്നത് ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാ കാര്യങ്ങളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്മിനീങ്ങളുടെ മറ്റു അവരുടെ ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലാണ് വലിയത്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടത്, ആകേണ്ടത്. ദീനിൻ്റെയും ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്നൊക്കെ ഈ ആയത്തുകളിലേക്ക് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, അതായത് സൂറത്തുൽ അഹ്സാബിൻ്റെ 6-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മല്ലം യറ വിലായത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഫീ ജമീഇൽ അഹ്വാൽ വയറാ നഫ്സഹു ഫീ മുൽക്കിഹി ലം യദുഖ് ഹലാബത സുന്നത്തിഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളാണ് എൻ്റെ നഫ്സിൻ്റെ ഉടമസ്ഥൻ എന്ന് ഒരാൾ വിചാരിക്കുന്നില്ലെങ്കിൽ, എല്ലാ അവസ്ഥകളിലും റസൂലുള്ളാഹിൻ്റെ വിലായത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ അധികാരത്തിലാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് ഒരാൾ കാണുന്നില്ലെങ്കിൽ അവനിക്ക് സുന്നത്തിൻ്റെ മാധുര്യം ലഭിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരുപാട് മഹത്തുക്കൾ തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുഖൂഖിൽ വളരെ പ്രധാനപ്പെട്ടത് ഈമാന്, അതുപോലെ ഇത്തിബാ. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പകർത്തേണ്ടതുണ്ട്. അതോടുകൂടി നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത്, ആ
വസ്തുക്കളെ, ആ വ്യക്തികളെ ധാരാളം പ്രശംസിക്കും, മഹത്വം പറയുമെന്ന ആ അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ തന്നെ മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരു വസ്തുവിനെ സ്നേഹിച്ചാൽ ആ വസ്തുവിനെ കുറിച്ച് ധാരാളം പറയുമെന്ന ആ പൊതുതത്വമുണ്ടല്ലോ. എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ അവിടത്തെ കുറിച്ച് ധാരാളം പറയണം, അവിടുത്തെ മദ്ഹുകൾ ധാരാളം പറയണം, അവിടത്തെ കുറിച്ച് പറഞ്ഞ ഖസീദകൾ ധാരാളം, മൗലൂദുകൾ, മീലാദ് നാമകൾ, നഅത്തുകൾ, അതുപോലെ മദ്ഹ് ബൈത്തുകൾ എല്ലാം ധാരാളം പാടേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ് കടന്നു വരുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് സഫർ മാസം മുഖദ്ദിമ എന്ന നിലയ്ക്ക് റബീഉൽ അവ്വൽ ഷരീഫിന് വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ മനസ്സൊന്ന് നന്നാകേണ്ടതുണ്ട്, നമ്മുടെ അവയവങ്ങൾക്കൊക്കെ ഒരു പ്രകാശം ലഭിക്കേണ്ടതുണ്ട്. അതിന് ആദ്യമായി പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ചത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണ്. അവിടുത്തെ ജന്മത്തെ കുറിച്ച് പറയുമ്പോൾ ആ അൽ ഇൻസാനുൽ കാമിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപ്പ്, സർവ്വ സൃഷ്ടികളെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശമല്ലേ പടച്ചത്. ആ പ്രകാശം ഒരുപാട് അമ്പിയാക്കൾ സ്വാലിഹീങ്ങളെ മുതുകിലായി സഞ്ചരിച്ചുകൊണ്ട്, സ്വാലിഹാത്തായിരിക്കുന്ന ഉമ്മമാരുടെ ഗർഭാശയത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇതാ ഈ ഭൂമി ലോകത്തേക്ക് വരികയാണ്. ആ വന്ന ദിനമാണല്ലോ റബീഉൽ അവ്വൽ ശരീഫ്. എന്നിട്ട് 40-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ പ്രഖ്യാപനം നടത്തിയ ആ പുണ്യമേറിയ ആ സന്ദർഭങ്ങളൊക്കെ, അതിൻ്റെ മാഖബലും മാബഅദുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫളായിലുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അയിമ്മത്ത് പറഞ്ഞതെല്ലാം നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ കാരണം കൊണ്ട് ഈമാനിക ശക്തി വളർത്തേണ്ടതും വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ ആ പ്രകാശത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഉസ്താദുൽ മുഹദ്ദിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വലിയ മഹാവ്യക്തിത്വം ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും സ്വഹാബികളാണ്. അപ്പോൾ ആ മഹാന്മാരായ ജാബിർ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു ദിവസം ജാബിർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹു തആല ഖബ്ലൽ അഷ്യാ, സർവ്വ വസ്തുക്കളെയും പടക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായി പടച്ച വസ്തു ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ജാബിറു ഇന്നല്ലാഹ തആല ഖദ് ഖലഖ ഖബ്ലൽ അഷ്യാഇ നൂറ നബിയിക മിൻ നൂരിഹി. ഓ ജാബിർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സകല വസ്തുക്കളെയും പടക്കുന്നതിൻ്റെ മുമ്പ് അവിടുത്തെ നബിയുടെ പ്രകാശത്തെയാണ് പടച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നബിയുടെ പ്രകാശമാണ് അല്ലാഹു തആല ആദ്യമായി പടച്ചത്. നൂരിഹി എന്ന് പറഞ്ഞത് അത് ഇളാഫത്ത് തശ്രീഫിയാണ് എന്നും അത് അത്ഭുതകരമായ ഒരു സൃഷ്ടിയായിട്ടാണ് അല്ലാഹു പടച്ചതെന്നും വിശദമായി നഫഖ ഫീഹി മിർ റൂഹിഹി ഉള്ളതുപോലെ വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട അല്ലാമ സുർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മവാഹിബുൽ ലദുനിയയിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ഇലാഹാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദുറുൽ മുനല്ലം ഫീ ബയാനി ഹുക്മി മൗലിദിൻ നബിയിൽ ആളം എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഉസ്താദുൽ അസാതീദുമായ ഹാഫിദ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സർവ്വ സൃഷ്ടികളെയും പടക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം പടച്ചിട്ടുള്ളത്.
എന്നിട്ട് പറയാണ് فجعل ذلك النور يدور بالقدرة حيث شاء الله ولم يكن في ذلك الوقت لوح ولا قلم ولا جنة ولا نار ولا ملك ولا سماء ولا أرض ولا شمس ولا قمر ولا جني ولا إنس. അതായത് ആ സമയത്ത് ആ പ്രകാശം, അള്ളാഹു പടച്ച പ്രകാശം അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തെല്ലാം സഞ്ചരിച്ചു. ആ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലൗഹോ, കലമോ, സ്വർഗമോ, നരകമോ, മലക്കോ, ആകാശമോ, ഭൂമിയോ, സൂര്യനോ, ചന്ദ്രനോ, ജിന്നോ, ഇൻസോ ഒന്നും പടക്കപ്പെട്ടിട്ടില്ല. അതായത് സർവ്വ സൃഷ്ടികളെയും പടക്കുന്നതിൻ്റെ മുമ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ പ്രകാശത്തിനെ പടക്കുന്നത്. ആ പ്രകാശം അള്ളാഹുവിൻ്റെ മശിയ്യത്ത് പ്രകാരം ഇതാ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശത്തിനെ തഖ്സീം ചെയ്തു, ആ പ്രകാശത്തിനെ ഊരിവെക്കുകയാണ്. ഇതാ ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത അതേ ഹദീസിൽ പറയുന്നു, ഫലമ്മ അറാദല്ലാഹു അൻ യഖ്ലുഖൽ ഖൽഖ ഖസമ ദാലിക അൻ-നൂറ അർബഅത അജ്സാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആ നൂറിനെ, ആ പ്രകാശത്തിനെ 4 വിധമാക്കി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാകുന്ന ആ നൂറാകുന്ന നൂറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഊരിയാക്കി. സുർഖാനി ഇമാം റഹിമഹുല്ലാഹ് അതിൻ്റെ വ്യത്യസ്തമായ തഫ്സീലുകൾ, വിശദീകരണങ്ങൾ അവിടുത്തെ മവാഹിബുൽ ദുനിയയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിനെ 4 ഓഹരിയാക്കി. എന്നിട്ട് ഓരോ ഓഹരി കൊണ്ടിട്ടും വ്യത്യസ്തമായ നിലക്ക് തഖ്സീം ചെയ്യുകയാണ്, വീതിക്കുകയാണ്. ആ ഹദീസിൽ തന്നെ പറയുന്നു, ഫഖലഖ മിൻ ജുസ്ഇൽ അവ്വലി അൽ ഖലമ വമിനസ് സാനി അൽ ലൗഹ വമിനസ് സാലിസി അൽ അർശ. അതായത് ആ 4 വരിയിൽ നിന്ന് ഒന്നാമത്തെ വരി കൊണ്ടിട്ട് കലമിനെ പടക്കുകയാണ്, രണ്ടാമത്തെ ഓരി കൊണ്ട് ലൗഹിനെ പടച്ചു, മൂന്നാമത്തെ ഓരി കൊണ്ട് അർശിനെ പടച്ചു. എന്നിട്ട് ആ 4ാമത്തെ ഓരിനെ വീണ്ടും വീതിക്കുകയാണ്. ثم قسم الجزء الرابع 4 أجزاء. ആ 4ാമത്തെ ജുസ്ഇനെ 4 മറ്റു വീതിയായിട്ട് വീതിച്ചു. അതിലും ഒന്നാമത്തത് കൊണ്ട് فخلق من الأول حملة العرش ومن الثاني الكرسي ومن الثالث بقية الملائكة ثم قسم الرابع 4 أجزاء. അതായത് 4 ഓരിയാക്കിയിട്ട് ഒന്നാമത്തെ ഓരിയിൽ നിന്ന് ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകളെ പടച്ചു. ഇപ്പോൾ അർശിനെ ചുമക്കുന്ന മലക്കുകൾ 4ആണല്ലോ, ആഖിറത്തിൽ 8 ആകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അർശിനെ ചുമക്കുന്ന മലക്കുകളെയാണ് ആ 4 ഓഹരിയിൽ നിന്ന് 4 ജുസാക്കിയതിൽ നിന്ന് 1 ജുസ് കൊണ്ടിട്ട് പടച്ചത്. വമിന സാനി അൽ കുർസിയ, 2ാമത്തെ ജുസ് കൊണ്ടിട്ട് കുർസിനെയും പടച്ചു. വമിന സാലിസ് ബഖിയത്തുൽ മലായിക, 3ാമത്തെ ഒരു കൊണ്ട് മറ്റു മലക്കുകളെയും പടച്ചു. എന്നിട്ട് 4ാമത്തെ ഒരിനെ വീണ്ടും 4 വീതിക്കുകയാണ്. 4ാമത്തെ ജുസ്ഇനെ വീണ്ടും വീതിച്ചു. ആ 4നെ ഫഖലഖ മിനൽ അവ്വലി അസ്സമാവാതി വമിനസ് സാനി അൽ അർദീന വമിനസ് സാലിസി അൽ ജന്നത വന്നാറ സുമ്മ ഖസമ റാബിയ 4 അജ്സാ. അതായത് ആ 4ൽ നിന്ന് ഒന്നാമത്തെ ജുസ് കണ്ട് ആകാശങ്ങളെ പടച്ചു, 2ാമത്തെ ജുസ് കൊണ്ട് ഭൂമികളെ പടച്ചു, 3ാമത്തെ ജുസ് കൊണ്ട് സ്വർഗവും നരകവും പടച്ചു. എന്നിട്ട് 4ാമത്തെ ഓരിനെ വീണ്ടും വീതിക്കുകയാണ്. ആ വീണ്ടും 4 ഓഹരികളെ ആക്കി. എന്നിട്ട് അതിൽ നിന്ന് ഒന്നാമത്തത് കൊണ്ടോ ഫഖലഖ മിനൽ അവ്വലി നൂർ അബ്സാറിൽ മുഅ്മിനീൻ. അവിടെ വിശദമായി പറഞ്ഞത് കാണാം. ബസായിറാണോ ഹിസിയ മാനയാണോ? വിശദമായി ബഹുമാനപ്പെട്ട സുർഖാനി റഹിമഹുല്ലാഹ് ശറഹുൽ മവാഹിബിൽ പറഞ്ഞു. ചുരുക്കി പറയുകയാണെങ്കിൽ 4 ഓരിയാക്കി ഒന്നാമത്തെ ജുസ് കൊണ്ടിട്ട് മുഅ്മിനീങ്ങളുടെ കാഴ്ചകളെയും, അതുപോലെ 2ാമത്തെ ഓരി കൊണ്ട് നൂറ ഖുലൂബിഹിം വഹിയൽ മഅരിഫത്തു ബില്ലാഹി വമിനസ് സാലിസി നൂറ അൽസിനതിഹിം വഹുവ തൗഹീദു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് പിന്നെ 4 ഓരിയാക്കിയിട്ട് ഒന്നാമത്തെ ഓരി കൊണ്ട് ഈമാനുള്ളവരുടെ കണ്ണുകൾക്കുള്ള കാഴ്ചയെ ഉണ്ടാക്കി, രണ്ടാമത്തെ ഓരി കൊണ്ട് മനസ്സുകൾക്കുള്ള മഅരിഫത്തുലില്ലാഹി എന്ന നൂറ് നൽകി, മൂന്നാമത്തെ ഓരി കൊണ്ട് നാവുകൾക്കുള്ള പ്രകാശം നൽകി, നാലാമത്തെ ഓരി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ വിശദമായി അതിൽ പറഞ്ഞു. മൂന്നാമത്തെ പേര് കൊണ്ട് നൂറ് അൽസിനത്തുഹും, അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ കലിമത്തു തൗഹീദ്, അതാണ് നാവുകൾക്കുള്ള പ്രകാശം. അങ്ങനെ വിശദമായി ഹദീസ് ഹാഫിദ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തി. ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹാഫിദ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസന്നഫ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഇന്ന് സാധാരണ കാണുന്ന നുസ്ഖയിൽ അധികവും കാണുന്നില്ല. എന്നാൽ പഴയ കോപ്പികളൊക്കെ ഉണ്ട്, ചില സ്ഥലങ്ങളിൽ അത് ഉണ്ട് താനും. അതോടുകൂടെ ഹാഫിദ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി മുസന്നഫിൽ ഉദ്ധരിച്ചത് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഔലിയാക്കളായ മുസന്നിഫീങ്ങൾ എല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മൗലിദുർ റബീഇ ഫിൽ മൗലിദിൻ നബവി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് യുശീറു ഹാദൽ മഅന ഇലാ ഖൗലിഹി തആല അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരിഹി ഐ നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന ആയത്ത് ലേക്കാണ് ഈ ഹദീസ് ഇശാറത്ത് ചെയ്യുന്നത്. നൂരിഹി എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങുന്നു എന്നൊക്കെ വിശദമായി മുല്ല അലിൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മൗലിദുർ റബീഇ ഫിൽ മൗലിദിൻ നബവിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇമാം അഹ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി ശമ്മദിൽ മിഷ്കാത്ത് തൻസീന സുജാജാ നൂർ കാ തേരി സൂറത്ത് കേ ലിയേ ആയായ സൂറേ നൂർ കാ എന്ന് ഇമാം അഹ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി പാടിയത് കാണാം. സദുൽ ഫാദിൽ നഈമുദ്ദീൻ മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. സറാപ്പ നൂർ ഹൈ വോ നൂർ ഹഖ് നൂറുൻ അലാ നൂർ കമിഷ്കാത്ത് ഹൈ ഷാൻ ഉൻകി ഉനീകാ വാസിതാ സിൽ സേ എന്ന് ബഹുമാനപ്പെട്ട സദുൽ ഫാദിൽ നഈമുദ്ദീൻ മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ ദുർറത്തുൽ യതീമ വൽ ജൗഹറുൽ കരീമ മൗലിദുൽ അസ്ഹർ ഫി മൗലിദിൻ നബിയിൽ ആലം, അതുപോലെ അവിടത്തെ അൽ മൗഇദു ഫിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിലെല്ലാം ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ്. ആ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ ആ മൗലൂദ് ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂഹുൽ ആലമായ ഹബീബുൽ അക്രമായ സാഹിബുൽ മഖാമിൽ മഹ്മൂദായ ബിഹി റഹിമല്ലാഹുൽ മൗജൂദാത്തിൽ കൗനിയ എന്നൊക്കെ വിശദമായി ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മൗലിദുൽ അസ്ഹറിൽ രേഖപ്പെടുത്തതായി കാണാം. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശമാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത്. കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാർ അവർ പാടിയ ബൈത്തുകൾ, ആശിഖീങ്ങളായ സ്വഹാബത്ത് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ അസ്ലമി റളിയല്ലാഹു അൻഹു പാടിയ ബൈത്തുകൾ, അതുപോലെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയ ബൈത്തുകൾ, നാബിഖത്തുൽ ജഅദി അടക്കമുള്ള അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അതുപോലെ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പാടിയ ബൈത്തുകൾ, ഇതെല്ലാം സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അവിടുത്തെ ഖസായിസുൽ കുബ്രയിലും ഇമാം ഖസ്സലാനി റഹിമഹുല്ലാഹ് മവാഹിബുൽ ലദുനിലൊക്കെ വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം. സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പാടിയ ബൈത്തുകൾ, ആ മദ്ഹിന്റെ ബൈത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് മഹാന്മാർ മൗലൂദ് ഗ്രന്ഥങ്ങളിൽ അത് വിശദമായി പറഞ്ഞത്. മൻഖൂസ് മൗലൂദ് മഹത്തായ ഗ്രന്ഥത്തിലും ഒന്നാമത്തെ ആ അധ്യായത്തിലും ആ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പാടിയ ആ ബൈത്തിന്റെ ആശയങ്ങളാണ് മഹാനായ മുസന്നിഫ് മൗലിദിൽ മൻഖൂസ് മഖ്ദൂമുൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അവിടുത്തെ
മുഅ്ജിസാത്തിനെ സംബന്ധിച്ച്, ഖസായിസിനെ സംബന്ധിച്ച്, അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ ഫളാഇൽ, അവിടുത്തെ തസറുഫാത്തിനെ സംബന്ധിച്ച്, അവിടുത്തെ അഖ്ലാഖ് കരീമയെ സംബന്ധിച്ച്, അവിടുത്തെ അഅ്ളാഉ ശരീഫയെ സംബന്ധിച്ച് അങ്ങനെ വ്യത്യസ്തമായ ശൈലിയിൽ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുഖൂഖ് നമ്മൾ എങ്ങനെല്ലാം പാലിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എങ്ങനെല്ലാം മഹാന്മാർ പാടിയതുപോലെ നമ്മൾ പാടി നമ്മുടെ നാവുകളിൽ, നമ്മുടെ മനസ്സുകളിൽ നമുക്ക് നന്നാക്കേണ്ടതുണ്ട്. അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് തുല്യത ഇല്ലാത്ത വിധത്തിൽ ആദരിച്ചു ബഹുമാനിച്ചു. നമുക്കതിൻ്റെ ചെറിയ ഭാഗമെങ്കിലും ഈദ് മീലാദ് പോലോത്തത് കൊണ്ടും അവിടുത്തെ ഇത്തിബാഅ്, അവിടുത്തെ മഹബത്ത് വെളിവാക്കിക്കൊണ്ട്, അവിടുത്തെ ഈമാൻ, അവിടത്തോടുള്ള ഹക്ക് ഉള്ളതുകൊണ്ട് അൽ ഹബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇസ്തിഖാമത്തോട് ജീവിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഹുഖൂഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സന്തോഷം റബീഉൽ അവ്വൽ ശരീഫ്. ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദംബുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫി യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബി അഹ്മദാ. ആ തിങ്കളാഴ്ച ബഹുമാനിച്ചതിന്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച യൗമ വിലാദത്തിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ എത്രയെത്ര നേട്ടങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് പോലും നൽകിയതെന്ന് സൂറത്ത് തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്തും ഹാഫിദുൽ ഷാം നാസിറുദ്ദീൻ ദിമഷ്ഖി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തും അതെല്ലാം വിശദമായി ഇമാമിയങ്ങൾ പറഞ്ഞ മദാരിജുൻ നുബുവത്ത്, ഇയാനത്തു ത്വാലിബീൻ, ഫതുഹുൽ ബാരി, അൽ ഹാവി ലിൽ ഫതാവ പോലത്തെ ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അനുഗ്രഹീതമായ മാസം കടന്നു വരികയാണ്. ആശിഖീങ്ങളുടെ മാസമായ സഫറുൽ ഖൈർ കഴിഞ്ഞ ഉടനെ നമുക്ക് എത്തുന്നത് മീലാദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാസം, ഈദുൽ അയ്യാദിന്റെ മാസം അത് കടന്നു വരികയാണ്. അതുകൊണ്ട് മഹാന്മാർ പാടിയ ബൈത്തുകൾ അധികരിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മീലാദിനെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട്, ആ മാസത്തിനെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് വബ്തഖു ഇലൈഹിൽ വസീല, സ്വലവാത്ത് തസ്ലീമാത്ത് അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഗറത്തുകൾ, അവിടെ സുന്നത്തുകൾ ധാരാളം പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. മഹാന്മാർ പഠിപ്പിച്ച ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം മുതാല ചെയ്ത് അതെല്ലാം ശരിക്കും മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ആലാ ഹദറത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ തജല്ലിയുൽ യഖീൻ, അതായത് തജല്ലുൽ യഖീൻ ബി അന്ന നബിയനാ സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞ ആ മഹത്തായ ഗ്രന്ഥം. അതുപോലെ ആലാ ഹദറത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ലത്തായ നബവിയ ഫിൽ ഫതാവ റദ്വിയുടെ ഒരുപാട് റിസാലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, അതെല്ലാം നമ്മൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചുകയും അതിനും ആ ആലാ ഹദറത്ത് റഹ്മത്തുള്ളാഹി ഗ്രന്ഥങ്ങൾ ദർസ് നടത്തുകയും ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് നമ്മുടെ മനസ്സിലും നമ്മുടെ അഹ്ബാബിന്റെ മനസ്സിലും ഇട്ടുകൊടുക്കണം. മാത്രമല്ല അസ്ലാഫും അഖ്ലാഫും എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ബഹുമാനപ്പെട്ട അയിമത്തിയുടെ ഷമായിലിൻ്റെ ഗ്രന്ഥങ്ങൾ, ഷമായിൽ തുർമുദി പോലത്തത്, അതിൻ്റെ വിശദീകരണങ്ങൾ മഹാന്മാർ എഴുതി. മാത്രമല്ല സീറകളിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എഴുതിയ ഷിഫാ, കിതാബു ഷിഫാ, ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി എഴുതിയ ഷിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തുടങ്ങിയ മഹാന്മാർ എഴുതി ഒരുപാട് ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുകയും നമ്മുടെ മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിൽ അത് ഇട്ടുകൊടുക്കാൻ നമ്മൾ ഈ പുണ്യമേറിയ ആശിഖീങ്ങളുടെ മാസത്തിൽ മീലാദിനെ ആദരിച്ച്, റബീഉൽ അവ്വലിനെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് നാം ചെയ്യേണ്ടതുണ്ട്. അതിന് ഒരുപാട് ദർസുകളെ ഹയാത്താക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ, മഹാന്മാർ പാടിയ ബൈത്തുകളും അതിൻ്റെ ആശയങ്ങളും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ബുർദത്തു ഷരീഫ, മാത്രമല്ല ബാനത്തു സുആദ തുടങ്ങിയ, അതുപോലെ ഖസീദത്തുൽ ഹംസിയ അടക്കമുള്ള ഒരുപാട് മദ്ഹ് ബൈത്തുകൾ നമ്മൾ പഠിക്കുകയും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇന്ന് പല ഇൽമുകളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. അത് മുഖേന പലർക്കും അത് ഉപകാരമുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ സുന്നത്തുകളെ ഹയാത്താക്കളുടെ സന്മനസ് നമ്മുടെ മനസ്സിലും ധാരാളം ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ അത് പഠിപ്പിക്കുകയും ദർസ് നടത്തുകയും വേണം. സഫർ മാസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം പഠിക്കുകയും ചെയ്യണം.
മുതാല ചെയ്യുകയും വേണം, മനസ്സിലാക്കുകയും ചെയ്യണം. അതോടുകൂടി നമ്മുടെ അഖാബിരീങ്ങളായ പണ്ഡിതന്മാരെഴുതിയ അൽ വജീസ് പോലത്തെ ദർസുകളും അതുപോലെ മുഖാമികളായ മഹാന്മാരെഴുതിയ ഇമാം അഹമ്മദ് റളിയല്ലാഹു, ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാരെഴുതിയ, അതുപോലെ അസ്ലാഫും അഖ്ലാഫും റഹിമഹുമുള്ള എഴുതിയ ആ മഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം പഠിക്കുകയും പഠിപ്പിക്കുകയും ദർസ് നടത്തുകയും നമ്മുടെയും അവിടെയും മനസ്സിൽ ആ പ്രകാശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ പ്രകാശം അത് ഉണ്ടാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം, മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചത് എങ്ങനെയൊക്കെയാണ്, മഹാന്മാർ എങ്ങനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചിട്ടുണ്ട്, അവിടുത്തെ മീലാദത്ത് മുബാറക്ക, അവിടുത്തെ മൗലൂദിനെ സംബന്ധിച്ച് എന്തെല്ലാം ശൈലി, എത്ര ബഹുമാനത്തിലാണ് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ തുർമുദിയിൽ ബാബുമാ ജാഅ ഫീ മീലാദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഖൈസ് ഇബ്നു മഖ്റുമ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ തൊട്ട് പറയുന്നു, മീലാദു ഷരീഫയെ സംബന്ധിച്ച്, മീലാദു ഷരീഫ് വിലാദത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഖൈസ് ഇബ്നു മഖ്റുമ റളിയല്ലാഹു അൻഹു പറയാണ്, ഉലിത്തു അന വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമൽ ഫീൽ, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ വർഷം, അതായത് അസ്ഹാബുൽ ഫീലിന്റെ വർഷമാണ് ജനിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഖൈസ് റളിയല്ലാഹു അൻഹു പറയാണ്. അതേ ഹദീസിന്റെ അധ്യായത്തിൽ തുർമുദി ഇമാം രേഖപ്പെടുത്തുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബ്ബാസ് ഇബ്നു അശീം റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹാബിയോട് ചോദിച്ചു, അന്ത അക്ബറു അം റസൂലുള്ളാഹി അക്ബറു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ വലിയത്, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ വലിയത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ബറു മിന്നി വഅന അഖ്ദമു മിൻഹു ഫിൽ മിലാദ്, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ വലിയത്, നിങ്ങളാണോ വലിയത്? ആ ഒരു ചോദ്യം വയസ്സിനെ സംബന്ധിച്ചാണ് ചോദ്യം. പക്ഷെ എന്നിട്ട് പോലും സ്വഹാബത്തിന്റെ ബഹുമാനം കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലാദത്ത് മുബാറക്കയെ കുറിച്ച് പറയുമ്പോൾ എത്ര ബഹുമാനത്തോടെയാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ബറു മിന്നി വഅന അഖ്ദമു മിൻഹു ഫിൽ മീലാദ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്നെക്കാളും വലിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും മുമ്പ് ജനിച്ചത് ഞാനാണ്. സുബ്ഹാന ജല്ല ജലാലുഹു അമ്മ നവാലുഹു, എന്തൊരു ബഹുമാനമാണ് സ്വഹാബത്തിനിക്ക്. ഓരോ വാക്കിലും അദബിന്റെയും തഅ്ലീമിന്റെയും അളമത്തും എത്രമാത്രം അവർ ഗൗനിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു എന്ന് കണ്ണുള്ള മനസ്സുള്ള ഓരോ മുഅ്മിനും ചിന്തിക്കേണ്ട വാക്കുകളാണിത്. എത്ര ബഹുമാനമാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറയുമ്പോൾ പലർക്കും അലർജിക്കാണ്, പലർക്കും അലർജിയാണ്. ഇന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്തെ സംബന്ധിച്ച് സ്വഹാബത്ത് പറയുമ്പോൾ എത്ര ആദരവും ബഹുമാനമാണ് കാണിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ഇലാഹാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അദ്ദുറുൽ മുനദ്ദം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, ആ മഹത്തായ ഗ്രന്ഥം 8 ബാബുകളിൽ ഒന്നാമത്തെ ബാബ് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിലാദത്തിന്റെ അവസ്ഥകൾ പറഞ്ഞത് സ്വന്തമായി പറയും, അല്ലെങ്കിൽ നിഷേധിക്കുന്നവരെ എതിർക്കുന്നവരെ മോശപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഹാബികൾ അല്ലെങ്കിൽ സ്വഹാബി ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിലാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ ബാബ്. ഓരോ ഫസ്ലുകളായി ഒന്നാമത്തെ ഫസ്ൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി വിലാദത്ത് മുബാറക്കയെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുന്ന, അവരെ മോശപ്പെടുത്തി അവരെ ദമ്മ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഹാബിന്റെ അന്വേഷണ പ്രകാരം ചോദിച്ചതിന്റെ പേരിൽ പറയുന്ന ആ ഹദീസുകളാണ് ഒന്നാമത്തെ ഫസ്ലുള്ളത്. രണ്ടാമത്തെ ഫസ്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ ഷരീഫിൽ കയറിക്കൊണ്ട് അവിടുത്തെ നസബ് ഷരീഫ്, അവിടുത്തെ വിലാദത്ത് മുബാറക്കെ കൈഫിയത്ത് പറയുകയും ഇൻകാർ ചെയ്യുന്നവരെ ദമ്പ് ചെയ്യുകയും ചെയ്യുന്ന അത് രണ്ടാം ഫസ്ലിൽ പറഞ്ഞു. മൂന്നാമത്തെ ഫസ്ൽ ഏതെങ്കിലും സ്വഹാബി ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീലാദ് ഷരീഫിനെ സംബന്ധിച്ച് പറഞ്ഞത്. അങ്ങനെ നാലാം ഫസ്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അമ്പിയാക്കൾ പറഞ്ഞ മഹത്വങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് വിശദീകരിച്ചുകൊണ്ട്, അഞ്ചാമത്തെ ഫസ്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞത്, അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ടും അല്ലാതെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലാദത്ത് മുബാറക്കയെ കുറിച്ച് പറഞ്ഞത്. സഹാബത്ത് അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞോ പറയാതിരിക്കുമ്പോൾ പല വിധത്തും റസൂലുള്ളാഹിന്റെ വിലാദത്ത് മുബാറക്ക വെളിവാക്കിയ സംഭവങ്ങളൊക്കെ അദ്ദുറുൽ മുനവ്വറിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ഇലാഹാബാദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൾ പാടിയിരുന്ന സ്വഹാബത്തിൻ്റെയും എല്ലാം വിശദമായി അൽ ഖസായിസുൽ കുബ്രയിലും അദ്ദുറുൽ മുനവ്വറിലും, അത് ഇമാം അഹ്മദ് റളിയുടെ ഗ്രന്ഥങ്ങൾ, അവിടുത്തെ പിതാവായ റഈസുൽ മുത്തക്കല്ലിമീൻ അല്ലാമ നഖി അലി ഖാൻ റഹിമഹുല്ലാഹ് അടക്കമുള്ള ഒരുപാട് മഹാന്മാർ എഴുതിയത് ആ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, മദ്ഹറുൽ മനാഖിബിലും മറ്റു ഗ്രന്ഥങ്ങളിലും. അപ്പോൾ ഏതായാലും നാം ചിന്തിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൾ, മൗലീദുകൾ അധികരിപ്പിക്കുക, അവിടുത്തെ ജീവിത ചരിത്രം പഠിക്കുക, അവിടുത്തെ ഫളാഇൽ, അവിടുത്തെ ഖസായിസ്, അവിടുത്തെ അഅ്ളാഉ ശരീഫയുടെ ബർക്കത്തുകൾ, സമറാത്തുകൾ, അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൾ, ഇതെല്ലാം ധാരാളം പഠിച്ച് നമ്മുടെ മനസ്സിലും മറ്റുള്ള മനസ്സിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, നമ്മൾ ആ ബഹുമാനമുണ്ടാകുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും മനസ്സുകളിൽ ആ പ്രകാശം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനാണ് പണ്ഡിതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അനുഗ്രഹീതമായ മാസം വരുമ്പോൾ പല ദർസുകളിലും പള്ളികളിൽ മഹാന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ അഖാബിരീങ്ങളായ പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ അത് പഠിക്കാനും പഠിപ്പിക്കാനും ദർസ് നടത്താനും പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഭയകേന്ദ്രമായ, സുന്നത്ത് ജമാഅത്തിന്റെ ഷിആറായ വലിയ ഒരു മഹാവ്യക്തിത്വമാണ് അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ത്യ രാജ്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ ഒരു കിരീടമായിരുന്നു ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. അത് അൽ ഹുബ്ബ ഫില്ലാഹി എന്ന് വെളിവാക്കിക്കൊണ്ടിട്ടാണ്. അതേ സ്ഥാനത്ത് ഇന്ത്യ രാജ്യത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായ വഹാബിയത്ത് ദേവബന്ദിയത്തിന്റെയും വഹാബിയത്ത് ഗൈർ മുഖല്ലിദ് സലഫിയത്തിന്റെയും എല്ലാം നേതാവായ, അതായത് ഇന്ത്യയിലെ വഹാബിസത്തിന്റെ ഫസ്റ്റ് ലീഡറായ മൗലവി ഇസ്മായിൽ ദഹ്ലവി, ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ദഫ്ഉ ശർറിൽ അസീർ അനിൽ ഖൈറിൽ കസീറിൽ ഇന്ത്യ രാജ്യത്തിന്റെ വഹാബികളെ നേതാവ്, ഒന്നാമത്തെ ലീഡർ എന്ന് പരിചയപ്പെടുത്തിയ ആ ഇസ്മായിൽ ദഹ്ലവിക്കെതിരായി ഇസ്മായിൽ ദഹ്ലവി എഴുതിയ തഖ്വിയത്തുൽ ഈമാൻ, അതായത് ഈമാനെ നശിപ്പിക്കുന്ന തഖ്വിയത്തുൽ ഈമാൻ, അതിനെതിരായി തഹ്ഖീഖുൽ ഫത്വ ഫി ഇബ്താലിൽ തഖ്വ എന്ന മഹത്തായ ഗ്രന്ഥം എഴുതിയ, അതോടുകൂടെ തഖ്വിയത്തുൽ ഈമാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഇല്ലാതെയാക്കാൻ പല ശൈലിയും കലിമത്തു ഹഖിൻ ഉരീദു ബിഹാ ബവാത്തിൽ എന്ന ശൈലിയിൽ ഉപയോഗിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇംതിനാഉൻ നളീർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും അൽ ഹുബ്ബ് ഫില്ലാഹി എന്ന നിലക്ക് വെളിവാക്കുകയും മാത്രമല്ല അൽ ബുഗ്ദ് ഫില്ലാഹി എന്ന നിലക്ക് ബാത്തിലിനെ എല്ലാ നിലക്കും ബുത്ലാനാക്കാൻ പരിശ്രമിച്ച മഹാനായ അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാമ മുഹമ്മദ് ഫദ്ലുൽ ഹഖ് അൽ ഉംരി അൽ ഹനഫി അൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി 1278 വഫാത്തായ മുജാഹിദെ ജംഗ് ആസാദി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ അണ്ടമാൻ നിക്കോബാറിൽ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഹഖാനിയത്ത് വെളിവാക്കുകയും അതോടുകൂടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തെളിവ് അടിസ്ഥാനത്തിൽ വെളിവാക്കിയ മഹാനവറുകൾ ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ധാരാളം പാടിയിട്ടുണ്ട്. അർ-റൗദുൽ മുജവ്വിദ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പാടിയ ഹുവ അവ്വലുൻ നൂരി സനിയു തബല്ലജത് ബിളിയാഇഹി ഫിൽ ആലമിൽ അൽവാഉ ഹുവ അവ്വലുൽ അംബാഇ ആഖിരിഹിം ബിഹി ഹുവ അവ്വലുൽ അംബാഇ ആഖിറുഹും ബിഹി ഖുതിമൻ നുബുവ്വതു വബ്തദഅൽ ഇബ്ദാഉ.
അല്ലാമ ഫദ്ല ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി വിശേഷിച്ചും പറയുന്നു, ഖദ് ഖസ്സഹുൽ ബാരി ബി ഔസാഫിൻ ഉലാ ലം യുതഹൽ അഹ്ദാസു വൽ ഖുദമാഉ അതാഹു ഫദ്ലൻ ലൈസ യുംകിനു അൻ യകൂന ലഹു ശരീകും ഫീഹി ഔ ശുറകാഉ ബറുർ റഹീമുൻ മിഫ്ദലുൻ ദൂ ഖുവ്വത്തിൻ ഹാദിൻ റഊഫുൻ മുഹ്സിനും മുഅ്താഉ. അല്ലാമ മുഹമ്മദ് ഫദ്ലുൽ ഹഖ് അൽ ഉംരി അൽ ഹനഫി അൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ മുഅല്ലിമുർ റാബി അൽ ഉസ്താദുൽ മുത്ലഖ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാനവറുകൾ പൈഡിയ ബൈത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ എത്രയോ ബൈത്തുകൾ ബ്രിട്ടീഷുകാർ ജയിലിൽ വെച്ച് ജയിലിലടക്കിയപ്പോൾ അവിടെ വെച്ചിട്ടും എഴുതിയത് കാണാം. ആ അല്ലാമ മുഹമ്മദ് ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ ആശിഖീങ്ങളുടെ വഫാത്തിന്റെ മാസമാണ് സഫറുൽ ഖൈർ. അതുപോലെ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ബൈത്തുകൾ ഹദായിഖ് ബഖ്ശിഷിലെ കഅബ के बदरुद्दुजा तुम पे करोड़ों दुरूद त्वैबा के शम्सुद्दुहा तुम पे करोड़ों दुरूद मुस्तफ़ा जान रहमत पे लाखों सलाम शम्अ बज़ में हिदायत पे लाखों सलाम वाह क्या जूदो करम शाह बतहा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. ഇങ്ങനെയുള്ള ഹദായിഖ് ബഖ്ശിഷിന്റെ ഒരുപാട് സ്വലവാത്ത് തസ്ലീമാത്തിന്റെ ബൈത്തുകളും മറ്റു മദ്ഹിന്റെ ബൈത്തുകളും അധികരിപ്പിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഖസീദത്തു തവസ്സുലിയ എന്ന് പറയുന്ന മഹത്തായ ഖസീദ തവത്തംതു ദാ തൗഇം വ കർഹിം വ ഹാജിബി, അവസാനമായി അവരെ ഫലസ്തു അറാ ഇല്ലൻ നബിയ മുഹമ്മദ ലിതഫ്രീജ് ഖുർബാതി വലൈലിൽ മആരിബി ഇലൈക റസൂലല്ലാഹി വജ്ജഹതു വിജ്ഹതി ഫഇന്നക ബാബുല്ലാഹി മൗലർ റഗായിബി എന്നൊക്കെ തുടങ്ങിയ ബൈത്തുകൾ മഹാനായ ഇമാം ഷാരിയാത്തി റഹ്മത്തുള്ളാഹി അവിടുത്തെ ഖസീദത്തു തവസ്സുലിലൊക്കെ പാടിയ ബൈത്തുകളൊക്കെ അധികരിപ്പിക്കണം. മാത്രമല്ല സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ വെച്ചിട്ട് ബാനത്ത് സുആദ് പോലെ ഒരുപാട് ബൈത്തുകൾ ഫത്ഹുൽ ബാരി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി മൂന്നാം വാല്യം 1412 പേജിൽ, അതായത് 1008ാമത്തെ ഹദീസ്, അതുപോലെ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി 6ആം വാല്യം 141, ഇമാം തബ്റാനി റഹ്മത്തുള്ളാഹി മുഅ്ജമുൽ കബീർ 5303ാമത്തെ ഹദീസ്, അതുപോലെ ഇമാം അഹ്മദ് റളാ അൽ-ലത്വാഇൻ നബവിയ ഫിൽ ഫതാവ റളിയുടെ 19ആം വാല്യം 185 187 ആ പേജുകളിലൊക്കെ പാടിയ ഒരുപാട് സ്വഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ പാടി പറഞ്ഞ വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅയ്നാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി, അതുപോലെ വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅയ്നാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അബൂ താലിബിന്റെ ബൈത്തുകൾ പാടാൻ വേണ്ടി തർഹീബ് നൽകിയപ്പോൾ സ്വഹാബത്ത് പാടിയ ബൈത്ത് വഅബിയലു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി ഫിമാലുൽ യതാമാ ഇസ്മത്തുൽ അറാമിലി എന്ന് തുടങ്ങിയ ബൈത്തുകൾ സ്വഹാബത്ത് മുതൽ ഇന്ന് വരെ ഉള്ള ഹക്കിന്റെ അഹ്ലികാർ പാടിപ്പറഞ്ഞ ബൈത്തുകളൊക്കെ അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടുകൂടെ സ്വലവാത്ത് തസ്ലീമാത്ത് വ്യത്യസ്തമായ സ്വലാത്തുകൾ ദലായിലുൽ ഖൈറാത്ത് സുലൈമാനുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ആ ദലായിലുൽ ഖൈറാത്തിന്റെ സ്വലവാത്ത് അധികരിപ്പിക്കുക. അതുപോലെ ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സആദത്തുദ്ദാറൈനിലും അതുപോലെ അവിടുത്തെ അഫ്ളലു സ്വലവാത്തി അലാ സയ്യിദി സാദാത്തിലും അങ്ങനെ തുടങ്ങിയ ആ ജാമിഉ സ്വലാത്തിലൊക്കെ എഴുതിയ ആ സ്വലവാത്ത് അധികരിപ്പിക്കുക.
പ്രത്യേകിച്ചും യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി നിർദ്ദേശിക്കുന്ന സ്വലാത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികൗബി ജമീ അസ്മാഇകൽ ഹുസ്നാ വസിഫാതികൽ ഉലിയാ അൻ തുസല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അഫ്ളല സ്വലവാതിക വമഅലൂമാതിക വമിദാദ കലിമാതിക വഅൻ തൻസുറ ഉമ്മതഹു വമില്ലതഹു അലൽ കുഫാരി ഫീ ജമീഇൽ അഖ്താർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ നിഅമൽ മൗലാ വനിഅമൻ നസ്വീർ. ഈ സ്വലാത്ത് മഹാനായ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളുടെ മലബാറിലെ പണ്ഡിതന്മാർ മുഖേന ലഭിക്കപ്പെട്ട ഈ പുണ്യ സ്വലാത്ത്. അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ മഅദിനിൽ ജൂദി വൽ കറം വ ആലിഹി വ ബാരിക് വ സല്ലിം സ്വലാത്തുൽ ഗൗസിയ ഖാദ്രിയ അസ്ഹരിയ അഖ്തരിയ ബറേലിയ റസ്വിയ മശായിഖിന്റെ ഉത്തരേന്ത്യയിലെ മശായിഖ് റസ്വിയ ഖാദ്രിയുടെ മശായിഖ് മുഖേന ലഭിക്കപ്പെട്ട സ്വലാത്തുൽ ഗൗസിയ. ഈ സ്വലവാത്ത് അധികരിപ്പിക്കണം. അതുപോലെ മഹാനായ ഇമാം ഷാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പിതാവായ ഉസ്താദുൽ ആരിഫീൻ ഇമാദുദ്ദീൻ അലി ഷാരിയാത്തി റഹിമഹുള്ളയുടെ ആ ഇജാസാത്തിന്റെ പ്രധാനപ്പെട്ട സ്വലാത്തായ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വബാരിക് വസല്ലിം ബിഖദ്രി അളമതിഹി ഇൻദക യാ അല്ലാഹ്. ഈ സ്വലവാത്ത് അധികരിപ്പിക്കുക. അതുപോലെ അലാ ഹദ്റത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായി നിർദ്ദേശിക്കാറുള്ള സ്വലാത്തു റൾവിയ അലാ ഖൈറിൽ ബരിയ സല്ലല്ലാഹു അലൻ നബിയിൽ ഉമ്മി വാലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തും വസലാമൻ അലൈക യാ റസൂലല്ലാഹ് അധികരിപ്പിക്കുക. അതുപോലെ അലാ ഹദ്റത്ത് റഹ്മത്തുള്ളാഹി എപ്പോഴും ചൊല്ലിരുന്ന അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന സ്വലാത്ത് അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുങ്ങിയ വിധത്തിൽ ചെല്ലാനുള്ള വലിയ മഹത്വമുള്ള സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് തുടങ്ങിയ സ്വലാത്തുകൾ അതും അധികരിപ്പിക്കുക. അതേ സ്വലാത്ത് പോലെ അള്ളാഹുവിന്റെ പുണ്യനാമം കൊണ്ട് തുടക്കം കുറിക്കുന്ന അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതും അധികരിപ്പിക്കുക. മാത്രമല്ല അലാ ഹദ്റത്ത് റഹ്മത്തുള്ളാഹി ചൊല്ലിയിരുന്ന അവിടുന്ന് ഇജാസത്ത് കൊടുത്ത ഈ പ്രധാനപ്പെട്ട സ്വലാത്തിന്റെ ആ സ്വലാത്തിന്റെ മഹത്വമായ സ്വലാത്തിൽ ശേഷമുള്ള മശായിഖു അഹ്ലുസുന്ന പറയാറുള്ള നഹ്നു ഇബാദു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മറ്റു മശായിഖ് അഹ്ലുസുന്ന പറയാറുള്ള വഅലാ ദബീഹി വആലിഹി അബദദ്ദുഹൂരി വകറമ വഅലാ ആലിക വഅസ്ഹാബിക യാ റസൂലല്ലാഹ്. അബ്ദ് ബിമഅനാ ഖാദിം എന്ന് ഒരുപാട് ഹദീസുകളിലും ആയത്തുകളിലും ഹദീസുകൾ അയിമത്ത് പഠിപ്പിച്ചതിൽ നിന്നും അപ്പൊ നഹ്നു ഇബാദു മുഹമ്മദ് അബ്ദുകൽ മിസ്കീനു യർജു എന്നതിൽ പറഞ്ഞതുപോലെ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹാക്കിം ഇമാം റളിയല്ലാഹു അൻഹു മുസ്തദരിക്കിൽ പറഞ്ഞ കുന്തു അബ്ദുഹു വ ഖാദിമുഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അന അബ്ദുഹു വ ഖാദിമുഹു അന അബ്ദുഹു വ ഖാദിമുഹു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തംബീഹുൽ ഗാഫിരിൽ പറഞ്ഞതുപോലെ അതുപോലെ ഇബാദിക്കും വ ഇമാഇക്കും എന്ന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ആ യാ ഇബാദി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖിതാബും അല്ല അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ ഖിതാബും അങ്ങനെ വ്യത്യസ്തമായ നിലയ്ക്ക് മഹാന്മാർ വിശദീകരിച്ചതുപോലെ ഇബാദു മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാദിമീങ്ങൾ എന്ന അർത്ഥമുള്ള ആ സ്വലവാത്തും അധികരിപ്പിക്കുക. അങ്ങനെ നമ്മൾ അറിയുന്ന സ്വലാത്തുകൾ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഖദി. ഇങ്ങനെ തുടങ്ങിയ സ്വലാത്തുകൾ മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീർ അല്ലാമ സൈനുദ്ദീൻ അലി ഹസൻ അൽ ഓദക്കലി അൽ മഖ്ദൂമി നബറല്ലാഹു മർഖദഹു ഒരുപാട് അകാബിരീങ്ങളായ പണ്ഡിതന്മാർക്കും മറ്റും കൊടുത്ത സ്വലാത്തുൽ ഹുദൂർ അശൈഖ് കുഞ്ഞിപ്പോക്കർ അബൂക്കർ മുസ്ലിയാർ സാഹിബു ഹിദായത്തുൽ മുതലത്തിഖ് ബി ഖവായത്തുൽ മുതശയ്യിഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മുഖേന ഷെയ്ഖുൽ ദലാഇൽ അശൈഖ് അബൂക്കർ കക്കടിപ്പുറം മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾക്കും അതുപോലെ ഒരുപാട് അകാബിരീങ്ങളായ ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കപ്പെട്ട ഈ സ്വലാത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പോക്കർ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് കിട്ടിയ സ്വലാത്തുൽ ഹുദൂർ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീർ അല്ലാമ ഓക്കെ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വലാത്തുൽ ഹുദൂർ ഷെയ്ഖുൽ ദലാഇൽ കക്കടിപ്പുറം ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് കക്കടിപ്പുറം അശൈഖ് അബൂക്കർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് ദലാഇൽ ഖൈറാത്ത് ഉസ്താദുൽ അസാതീർ അല്ലാമ സൈനുദ്ദീൻ അലി ഹസൻ ഓക്കെ ഉസ്താദ് സ്വീകരിച്ചിട്ടുമുണ്ട്.
അവ ചുരുക്കി പറയുകയാണെങ്കിൽ ആ സ്വലാത്തുൽ ഹുദൂർ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി. ആയിരക്കണക്ക് ലക്ഷക്കണക്ക് കോടിക്കണക്ക് സ്വലവാത്ത് തസ്ലീമാത്ത് സഫർ മാസത്തിൽ നമ്മൾ കൈവതും ചെല്ലേണ്ടതുണ്ട്. ഇൽമു കൊണ്ട് ശുഗലാകുന്നവർ ധാരാളം ഹദീസുകൾ ഓതുക, ആ ഹദീസിലെല്ലാം സ്വലവാത്ത് അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് വായിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഹദീസുകൾ ധാരാളം ഓതുക, അതിൻ്റെ കൂടെ സ്വലവാത്തും വരുമല്ലോ. ഇൽമു കൊണ്ട് ശുഗലാകാത്ത മറ്റുള്ളവർ കോടിക്കണക്ക് സ്വലാത്തുകൾ ഓതിത്തീർക്കുക, സ്വലാത്തുകൾ ചൊല്ലിത്തീർക്കുക, റബീഉൽ അവ്വലിനെ സ്വാഗതമാക്കുക, പരിശുദ്ധ ഖുർആൻ ധാരാളം ഖത്മാക്കുക. ബഹുമാനപ്പെട്ട അശ്ശൈഖ് സിറാജുദ്ദീൻ നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി, അഹമ്മദ് സിറാജു നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി 7000 ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായിട്ട് ഖത്മാക്കിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹാഷിദു ഷർവാനി അബ്ദുൽ ഹമീദ് ദാഗിസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഖതീബു ഷർബീനി റഹ്മത്തുള്ളാഹി അലൈഹി മുഖ്നിൽ മുഹ്താജിലും മറ്റും രേഖപ്പെടുത്തിയതായി കാണാം. അഹമ്മദ് സിറാജു നൈസാബൂരി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അഷ്യാഖിൽപ്പെട്ട മഹാൻ 7000 ഖുർആൻ ഖത്മാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ ധാരാളം സലവാത്ത് തസ്ലീമാത്ത് അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ധാരാളം പഠിക്കാൻ പരിശ്രമിക്കണം. അവിടുന്ന് പഠിപ്പിച്ച ദുആ, ഹദീസിൽ വാരിദായ ദുആകൾ അധികരിപ്പിക്കുക. മഹാന്മാര് പഠിപ്പിച്ച ഷംസുദ്ദീൻ ജസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹിസ്നുൽ ഹസീൻ, അതുപോലെ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി റിയാദുൽ ജന്ന മിൻ അദ്കാറിൽ കിതാബി വസുന്ന, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ അദ്കാർ, അതുപോലെ സിയാഉസിത്തയിലും മറ്റും അയിമത്തൊക്കെ പഠിപ്പിച്ച കിതാബു ദഅവാത്തിൽ പറഞ്ഞ ദുആകളൊക്കെ ധാരാളം അധികരിപ്പിക്കുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട നാവിലൂടെ പഠിപ്പിക്കപ്പെട്ട ദുആഉൽ മഅസൂർ, അദിയത്തുൽ മഅസൂറ, അത് ധാരാളം അധികരിപ്പിക്കുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ പറഞ്ഞ കിതാബുൽ അദ്കാരി വദ്ദഅവാത്ത്, ആ ദുആകളൊക്കെ ധാരാളം അധികരിപ്പിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ഹയാത്താക്കുക. പ്രത്യേകിച്ചും സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കുക. ജദ്ദിദു ഈമാനക്കും എന്ന നിലക്ക് ഈമാന്റെ തജ്ദീദിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ധാരാളം പഠിക്കുകയും നമ്മുടെ നാവിലൂടെ അത് സഞ്ചരിപ്പിക്കുകയും നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് ഹാദിറാക്കുകയും ചെയ്യുക. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകൾ, പുണ്യകർമ്മങ്ങൾ, ഇതെല്ലാം അസ്ലാഫിന്റെ ഗ്രന്ഥങ്ങളിൽ മാത്രമാകരുത്. നമ്മുടെ നാവിലും നമ്മുടെ ഇൽമിലും നമ്മുടെ അമലിലും അതെല്ലാം കൊണ്ടുവരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ആദരിക്കും, ബഹുമാനിക്കും. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജൗഹറുൽ മുനല്ലമിൽ പറഞ്ഞതുപോലെ فَتَعْظِيمُ النَّبِيِّ صلى الله عليه وسلم بجميع أنواع التعظيم التي ليس فيها مشاركة الله تعالى في الألوهية أمر مستحسن عندمن نور أبصارهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെല്ലാം ആദരിക്കാൻ കഴിയും, ബഹുമാനിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ ബഹുമാനിക്കാം. ഉലൂഹിയത്തിൽ ശിർക്ക് വരാത്ത വിധത്തിൽ എങ്ങനെയൊക്കെ ആദരിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ബൂസുൽ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ദഅത്തുഹുൻ നസാറാ ഫീ നബിയിഹിം, നസ്രാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിച്ച് അവസാനം അത് ശിർക്കിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചതുപോലെ ഉമ്മത്ത് മുഹമ്മദിയ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ചെയ്യുകയുമില്ല, ചെയ്യാൻ പാടുമുള്ളതല്ല. ഉലൂഹിയത്തിൽ ശിർക്ക് വരാത്ത വിധത്തിൽ എങ്ങനെയൊക്കെ ആദരിക്കണം, ബഹുമാനിക്കണം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് സർവ്വ ഇമാമിങ്ങളും പഠിപ്പിക്കുകയാണ്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അൽ ജൗഹറുൽ മുനല്ലം പറയുകയാണ്. അതിന്റെ വിശദമായ കൈഫിയാത്തും രൂപങ്ങളും മുമ്പില്ലെങ്കിലും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനത്തിൽ ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്താൽ അത് പ്രശംസിക്കപ്പെട്ടതാണ് എന്ന് വിശദമായി ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഖലിലും മറ്റൊക്കെ രേഖപ്പെടുത്തിയ വിശദമായി ഇമാം അഹ്മദുല്ലാഹ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇഖാമത്തുൽ ഖിയാമ മിനൽ അത്വാഇ നബവിയ്യയിൽ വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറൻ കസീറ, തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. എങ്ങനെല്ലാം ആദരിക്കാൻ കഴിയും, ബഹുമാനിക്കാൻ കഴിയും, അങ്ങനെല്ലാം ആദരിക്കുക, ബഹുമാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലൂദ് ഓതി, ആ മൗലൂദ് ഷരീഫിൽ നടത്തുന്ന ഖിയാമു മൗലിദ് ഷരീഫ് അശറഖ ചൊല്ലിട്ടും മുസ്തഫ ജാനെ കഅബയ്ക ബദ്റുദുജ തുടങ്ങിയ ബൈത്തുകൾ ചൊല്ലി ഖിയാമീലിൽ അസീസി അലയ്യ ഫർളുൻ വ തർക്കുൽ ഫർളി മാ ഹുവ മുസ്തഖീമു എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖൗല് ഫിഅല് കൊണ്ട് പഠിപ്പിച്ച ആ പുണ്യകർമ്മം
മഹാനായ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അത്തഅലീഖാത്തുൽ അസ്ഹരിയ ഫിൽ കുതുബിൽ അറബിയ, അത്തഅലീഖാത്തുൽ അസ്ഹരിയ അലൽ കുതുബിൽ അറബിയ വൽ ഫതാവൽ ഹദീസിയ തുടങ്ങിയതിലെല്ലാം ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റഈസുൽ മുത്തക്കല്ലിമീൻ അല്ലാമ നഖി അലി ഖാൻ റഹിമഹുല്ലാഹിന്റെ ഗ്രന്ഥങ്ങൾ ഇശാഖത്തുൽ കലാം, അതുപോലെ ഉസൂലുർ റഷാദ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും, അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ഇലാഹാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദുറുൽ മുനല്ലം, അതുപോലെ ബഹുമാനപ്പെട്ട മദ്ഹുർ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അസ്ലുൽ മുഅല്ലം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം. അപ്പം അതെല്ലാം നമ്മൾ ജീവിതത്തിൽ വളരെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം എല്ലാം കാത്തു സൂക്ഷിച്ച് ഒരു യഥാർത്ഥ സുന്നി മുഅ്മിനായി ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം. ഷയാത്വീനുൽ ഇൻസിന്റെയും ഷയാത്വീനുൽ ജിന്നിന്റെയും, അതുപോലെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ്, എല്ലാത്തിൻ്റെയും ഒരു വസ്വാസിലേക്കും ഷക്കുകളിലേക്കും ഔഹാമുകളിലേക്കും ഒന്നും ചെവി ഓർക്കാതെ അയിമത്ത് ഇവിടെ പഠിപ്പിച്ചത് എന്താണ്, മഹാന്മാർ പഠിപ്പിച്ചതെന്ത്, അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം അതുകൊണ്ട് പരിശുദ്ധ റബീഉൽ അവ്വൽ ഷരീഫ് നമ്മളോട് കടന്നു വരികയാണ്. ആ റബീഉൽ അവ്വൽ ഷരീഫിനെ ആദരിക്കുക, ബഹുമാനിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഫാർ മുബാറക്ക, അവിടുത്തെ ഷഅർ ഷരീഫ് ലോകത്ത് എവിടെയെല്ലാം ഉണ്ട് അതിനൊക്കെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുക. ഷഅർ മുബാറക്കാണെന്ന് അറിയപ്പെടുന്ന ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ട് അതിനെയും തവസ്സുലാക്കി പ്രാർത്ഥിക്കുക. മാത്രമല്ല പറ്റുന്നതെല്ലാം അദബും ബഹുമാനത്തോടുകൂടെ സന്ദർശിക്കുക, തവസ്സുലാക്കുക, പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാമിലായ മഹബ്ബത്ത് ലഭിക്കാൻ, മഹബ്ബത്തുൽ കാമില, കാമിലത്തായ മഹബ്ബത്ത് ലഭിക്കാനും അവിടുത്തെ ഇഷ്ഖ് കാമിൽ ലഭിക്കാനും അവിടുത്തെ ഷഫാഅത്തും മദദും ഹിമായത്തും എല്ലാം ലഭിക്കാൻ ധാരാളം പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ള് അല്ലാഹു നൽകിയ കൈബ് കൊണ്ട് അറിയും എന്നും പരിശുദ്ധ ഖുർആനിൽ ഗുയൂബുൽ മാദിയ ഉള്ളതുപോലെ ഗുയൂബുൽ മുസ്തഖ്ബില ഉണ്ട്. അല്ലാഹു നൽകിയ കൈബ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ട് എന്നെല്ലാം വിശ്വാസം ശരിയാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ള് അല്ലാഹുവിന്റെ ഹബീബ് അറിയുന്നു. അല്ലാഹു നൽകിയ പവറാണത്, തസറുഫാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്തിഗാസ നടത്തുക. മഹാന്മാർ പഠിപ്പിച്ച, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ആയിരക്കണക്കല്ല, പതിനായിരക്കണക്കല്ല, ലക്ഷക്കണക്കല്ല, കോടിക്കണക്കല്ല, ഒരുപാട് ദോഷങ്ങൾ ഉള്ളവരാണ് ആഖിർ സമാന്റെ ചണ്ടിച്ചവറുകളായ നമ്മൾ. അള്ളാഹുവിനോട് ഒരുപാട് ദോഷങ്ങൾ മാഫു ചോദിക്കേണ്ടതുണ്ട്, തൗബ ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമകളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹക്കുള്ളത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുഖൂഖ് നമ്മൾ വീഴ്ച വരുത്തിയതുകൊണ്ട് ഹബീബിനോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മെ എത്തിച്ച നമ്മുടെ അസാത്തിദത്ത് അഷിയാഖ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരോട് നമുക്ക് വന്നുപോയ അദബുകേടുകളും വീഴ്ചകളും മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ആദാബും അവരെ ഹുഖൂഖിൽ വീഴ്ച വരുത്തിയെങ്കിൽ അതും മാപ്പ് ചോദിക്കണം. ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും ധാരാളം പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹക്കുള്ളതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലെ 67ാമത്തെ കിതാബ്, അതായത് കിതാബുൻ നിക്കാഹ്, അതിൻ്റെ 2ാം വാല്യം 778ാമത്തെ പേജിൽ സയ്യിദത്തുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി മാദാ അദ്നബതു, അതായത് അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അല്ലാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. അതുപോലെ സൗബാൻ റളിയല്ലാഹു അൻഹു തൊട്ട് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും തുബ്നാ ഇലല്ലാഹി വ ഇലാ റസൂലിഹി
അള്ളാഹുലേക്ക് നമ്മൾ തൗബ ചെയ്തു മടങ്ങുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തൗബ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വഹാബത്ത് പറഞ്ഞത് ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീർ 1423 ഹദീസ് 2-ാം വാല്യം 95-96 പേജിൽ, അതുപോലെ ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി അൽ നബവിയ്യ ഫിൽ ഫതാവ റളിയയിൽ ജസാഉല്ലാഹി അദ്വഹു എന്ന റിസാലയിലെ, അതായത് ഫതാവ റളിയ 22-ാം വാല്യം 113-114. മാത്രമല്ല തുബ്ന ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അവിടെ ഇല എന്തിനാണ് മടക്കിക്കൊണ്ടുവന്നത്? അത് രണ്ടുപേരിൽ അള്ളാഹുവിലേക്കും പ്രവാചകരിലേക്കും മടങ്ങുക എന്നതാണ് എന്ന് വിശദമായി മുല്ല അലി ഖാരി റഹ്മത്തുള്ളാഹി മിർഖാത്ത് 234-13 എന്നിൽ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യനാമങ്ങളെ കൂട്ടത്തിൽ അഫുവുൻ ഗഫൂർ എന്ന പേരുള്ളത്, വലാകിൻ യഅഫു വയഗ്ഫിറു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹത്വം പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി 1-ാം വാല്യം 285 പറഞ്ഞത് കാണാം. ഇമാം മുഹമ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി അൽ അംനു വൽ ഉലാലി നാഇത്തുൽ മുസ്തഫ ബിദാഫിൽ ബലായിൽ വിശദമായി പറഞ്ഞത് കാണാം. അൽ ഫതാവ റളിയ 22-112 പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. മാത്രമല്ല ഇമാം ഖാദിയാദ് റഹ്മത്തുള്ളാഹി ശിഫയിൽ പറഞ്ഞത്, അതുപോലെ മുല്ലാ അൽ ഖാരി റഹ്മത്തുള്ളാഹി ശറഹു ശിഫയിൽ പറഞ്ഞ ബാബ് 4 ഖിസ്മ് 2 3-ാം വാല്യം 464 പേജിൽ പറഞ്ഞതുപോലെ ആരുമില്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയണം. ഒരു വീട്ടിൽ പോകുമ്പോൾ ആരുമില്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയണമെന്ന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് റൂഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിറത്തും ഫീ ബുയൂതി അഹ്ലിൽ ഇസ്ലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് മുബാറക്ക് മുഅ്മിനീങ്ങളുടെ വീട്ടിൽ ഹാദിറത്തായിരിക്കും. അതുകൊണ്ട് ആരുമില്ലെങ്കിൽ നബി തങ്ങളോട് സലാം പറക്കരുത്. പള്ളിയിൽ കയറുമ്പോഴെല്ലാം ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാ സലാം പറയണം. നിസ്കാരത്തിലെല്ലാം അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖിതാബിട്ട് സലാം പറയൽ നിർബന്ധമുണ്ടല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ സലാം പറയുമ്പോൾ അതിന്റെ കാമിലായ അദബ് പാലിക്കണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞല്ലോ, അഹ്ദിർ ശഖ്സഹുൽ കരീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ തസവ്വുർ മുബാറക്ക് മനസ്സിൽ ഹാദിറാക്കിക്കൊണ്ട് സലാം പറയൂ എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ ഉബാബിലും, അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താജ് 2-ാം വാല്യത്തിലും, അതുപോലെ മഹാനായ അമീനുദ്ദീൻ ഇർവലി റഹ്മത്തുള്ളാഹി അലൈഹി തൻവീറുൽ ഖുലൂബിലും, സുലൈമാനുൽ ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി ഹവാഷിൽ മദനിയിലും, ഇമാം മുഹമ്മദ് റളിയല്ലാഹു ഫതാവ റളിയയിലും, അതുപോലെ ഇമാം ശാരിയാത്തി റഹിമഹുൽ ഫതാവ ദീനിയ ബി തൻകബിൽ ഹഫലത്തുൽ ലൈഹിയിലും തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിന്തിച്ചുകൊണ്ട് സലാം പറയുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പച്ച ഖുബ്ബ ചിന്തിച്ചുകൊണ്ട് സലാം അധികരിപ്പിക്കുക. വിശദമായി ഇമാം മുഹമ്മദ് ഫാസി റഹ്മത്തുള്ളാഹി അലൈഹി മതാലിഉൽ മസറാത്ത് ഫീ ശർഹി ദലായിലിൽ ഖൈറാത്തിലും മറ്റൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുഖൂഖിൽ നമ്മൾ ഒരുപാട് വീഴ്ചകൾ വരുത്തിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മാപ്പ് ചോദിക്കണം. അള്ളാഹുവിനോട് ധാരാളം മാപ്പ് ചോദിക്കണം. സൃഷ്ടാവായ അള്ളാഹുവിനോടാണ് ധാരാളം മാപ്പ് ചോദിക്കണം, തൗബ ചെയ്യണം. അതോടുകൂടെ സൃഷ്ടികളോട് ബന്ധപ്പെട്ടതിൽ ഏറ്റവും വലിയ ഹഖൂഖ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് മഖ്ലൂഖുൽ ആളമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയാണ്. അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടും അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക. അതോടുകൂടെ മഖ്ലൂഖുമായി ബന്ധപ്പെട്ട അടിമകളോട് ബന്ധപ്പെട്ട ഹുഖൂഖുൽ ഇബാദുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹക്കുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയാണ്. അതിൽ വീഴ്ച വന്നതിലും മാപ്പ് ചോദിക്കണം. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് തുടങ്ങിയ ബൈത്തുകൾ, അതുപോലെ ഇൻ കുന്തു മൽആനൻ ഖതായാ വ ഇന്നമാ ലജാഹുക മഹ്മൂദുൻ വസീഉൽ ലിആതിബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
തുടങ്ങിയ ബൈത്ത് മുഖേന, അതുപോലെ യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗ്ഫിർ ലീ യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലീ വലി വാലിദയ്യ വലി അസാതിദി വലി അശ്യാഖി വലി അഹ്ബാബി വലിൽ മുഅ്മിനീൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്ഫിറതൻ ആമാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ധാരാളം മാപ്പ് ചോദിക്കണം. തൗബത്തുൽ അസ്ഹരിയയിൽ, അതായത് ബഹുമാനപ്പെട്ട മഹാന്മാർ പഠിപ്പിച്ച ആ തൗബയുടെ ശൈലി, അള്ളാഹുവിനോട് ധാരാളം മാപ്പ് ചോദിക്കണം. അതോടുകൂടി ഹുഖൂഖുൽ ഇബാദിൽ വീഴ്ചകൾ വന്നത് നബി സല്ലല്ലാഹു അലൈഹി മാപ്പ് ചോദിക്കണം. അയിമത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് സംക്ഷിപ്തമായി പറഞ്ഞ തൗബത്തുൽ അസ്ഹരിയ, അതായത് അസ്ഹറുൽ ഇസ്തിഗ്ഫാരി തൗബ, അതിലുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹുഖൂഖുൽ ഇബാദിൽ വീഴ്ച വരുത്തിയതിന് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ ഇർതകബതു അലൽ ഖതാ, അതുപോലെ കഫീറൻ അന്നി ദുനൂബി വഗ്ഫിർ ലി സയ്യിആതി തുടങ്ങിയ പുണ്യ ഖസീദകളെ കൊണ്ടും ബൈത്തുകളെ കൊണ്ടും നമ്മൾ ഇസ്തിഗ്ഫാറും അതുപോലെ മാപ്പ് ചോദിക്കലും അധികരിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച പുണ്യമേറിയ മാസം നമ്മളോട് കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും അതിന് സ്വാഗതമായി, അതിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അൽ ഇസ്തിഅദാദ് റെഡി ആകേണ്ടതുണ്ട്, തയ്യാറെടുപ്പുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വീടുകളൊക്കെ നവാഫത്തിൻ്റെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ പുണ്യമേറിയ ദിനം കടന്നു വരുന്നു, പുണ്യമാസം കടന്നു വരുന്നു. ആ നിലക്ക് എല്ലാ നിലക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാമിലത്തായ മഹബ്ബത്ത്, കാമിലായ ഇഷ്ക് അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സൊക്കെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണല്ലോ അള്ളാഹു താല ആദ്യം പഠിച്ചത്. ആ നൂറ് കണ്ടല്ലേ ഇങ്ങനെല്ലാം സംവിധാനം അള്ളാഹു നൽകിയിട്ടുള്ളത്. നമ്മളെ കൈവനുസരിച്ച് മൗലൂദ് നടത്തുക, മീലാദ് നടത്തുക, സന്തോഷിക്കുക. എന്നാൽ ഖുദ്റത്ത് ഇവിടെ പലതുമാണ് ഇവിടെ ഉണ്ടാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമി ലോകത്തിൽ അയക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ഡെക്കറേഷനുകളാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അവിടുത്തെ പ്രകാശം പടച്ചു. എന്നിട്ട് ആ പ്രകാശം കൊണ്ട് സർവ്വ സൃഷ്ടികളെയും പടച്ചു, ഈ പ്രപഞ്ചത്തെല്ലാം പടച്ചു. എന്തെല്ലാം സംവിധാനങ്ങളാണ്, സൂര്യനും ചന്ദ്രനും ഇങ്ങനെയൊക്കെയാണ്, ആകാശം, ഭൂമി, ഇതെല്ലാം പടച്ചു അല്ലാഹു സുബ്ഹാനഹു തആല മുസയ്യനാക്കി. അതുകൊണ്ടാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ പറഞ്ഞത്, ഉഹുദ് പർവ്വതത്തിൻ്റെ അത്ര സ്വർണ്ണമുണ്ടെങ്കിൽ അത് മുഴുവനും റസൂലുള്ളാഹിൻ്റെ മദ്ഹിൽ ചെലവാക്കുമായിരുന്നു. നിഅമത്തുൽ കുബ്ര, ഇയാനത്തു ത്വാലിബീൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം. മാത്രമല്ല അസ്ലാഫിൽ പല മഹാന്മാരും എത്രയോ ലക്ഷക്കണക്ക് മദ്ഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൗലിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ, ഇബ്നു ദിഹിയ റഹിമഹുല്ലാഹ് പോലത്തെ എഴുതിയ അത്തൻവീർ ഫി മൗലിദിൻ നബിയിൽ ബഷീറിൽ നദീർ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ആ മജ്ലിസുകൾ പാരായണം ചെയ്യും. ലക്ഷക്കണക്ക് പാനീയവും മറ്റുമൊക്കെ ഉണ്ടാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് ഇൽഹാറാക്കിക്കൊണ്ട് മൗലൂദിൻ്റെ മജ്ലിസ് നടത്തിയതും അസ്ലാഫിൻ്റെ ചരിത്രത്തിൽ കാണാം. അൽ ഹബീലിൽ ഫതാവ, ഇയാനത്തു ത്വാലിബീൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. അൽ ബിദായത്തു നിഹായയിലടക്കം വളരെ വിശദമായി പറഞ്ഞത് കാണാം. അവ ചുരുക്കി പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ അധികരിപ്പിക്കുക, മൗലൂദുകൾ അധികരിക്കുക. അറിയപ്പെട്ട മൗലൂദുകൾ, സുബ്ഹാൻ മൗലിദ്, മൻഖൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, ജഅല മുഹമ്മദ്, ബർസഞ്ചി മൗലിദൊക്കെ അധികരിപ്പിക്കുക. അതിൻ്റെ തുടക്കം ഈ സഫറിൽ തന്നെ ആകണം, സഫറിൽ തന്നെ തുടങ്ങുക. റബീഉൽ അവ്വൽ മാസവും അതുപോലെ അതിൻ്റെ മുഖദ്ദിമയായി സഫർ മാസത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ അധികരിപ്പിക്കുക, ധാരാളം സ്വലവാത്ത് തസ്ലീമാത്ത് അധികരിപ്പിക്കുക. അതുപോലെ ഈ മഹാന്മാരൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ആ തവസ്സുലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്താനുള്ള, അവിടുത്തെ ഇഷ്ക് ലഭിക്കാൻ, മഹബത്ത് ലഭിക്കാൻ, അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കാൻ, തെരി സർക്കാർ മേര സാലാത്ത ഹെ ഉസ്കു ഷഫി ജോ മേരാ ഗൗസ് ഹെ ഓർ ലാഡിലാ ബേട്ടാ തേറാ എന്ന് പറഞ്ഞതുപോലെ ആ ഗൗസുൽ ആദം റളിയല്ലാഹുവിൻ്റെ ത്വരീഖത്തിലുള്ള ഈ മശായിഖുകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കശ്മീരി തങ്ങൾ, അതുപോലെ ഇമാം മുഹമ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ മഹാന്മാരെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തവസ്സുലാക്കിക്കൊണ്ട് അവരെ ധാരാളം അവരെ ഗ്രന്ഥങ്ങൾ മുതാലാ ചെയ്യുക, അവർ ഗ്രന്ഥങ്ങൾ പഠിക്കുക, അവരെ തവസ്സുലാക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിറാസകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും ഹിമായത്തും ഷഫാഅത്തും ലഭിക്കാൻ കാരണമാക്കി തെരുമാറാകട്ടെ. അതുകൊണ്ട് ഷഹ്റു സുറൂരി വൽ ബഹജതി മദ്ഹറു മംബഇൽ അൻവാരി വർ റഹ്മതി ഷഹ്റു റബീഇൽ അവ്വൽ ഫഇന്നഹു ഷഹ്റുൻ അമറനാ ബിഇൽഹാറിൽ ഹബൂർ ഫീഹി കുല്ല ആമിൻ ഫലാ നുഖദ്ദിറുഹു ബിസ്മിൽ വഫാതി ഫഇന്നഹു യശ്ബഹു തജ്ദീദൽ മഅ്തം. മജ്മു ബിഹാർ അൻവാർ അല്ലാമ ത്വാഹിർ ഫത്തനി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഖാത്തിമത്തുൽ കിതാബ് 5-ാം വാല്യം 307 പറഞ്ഞു. ഇമാം അഹ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ലത്തായ നബവിയ്യ ഫിൽ ഫതാവ റദ്വിയ്യ അതായത് ആലിൽ ഇഫാദ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഫതാ റദ്വിയുടെ 24-ാം വാല്യം 516-ാമത്തെ പേജിൽ പറയുന്നു, പരിശുദ്ധ റബീഉൻ നൂർ റബീഉൽ അവ്വൽ മാസം, സന്തോഷത്തിൻ്റെ മാസം, പ്രസന്നതയുടെ മാസം, ഒരുപാട് നൂറുകളും റഹ്മത്തുകളുടെയും ഉറവിടം വെളിവാകുന്ന മാസം. ആ മാസത്തിന് നമ്മളോട് കൽപ്പന ഉള്ളത് സന്തോഷം വെളിവാക്കണം. എല്ലാ വർഷവും ആ സന്തോഷം വെളിവാക്കാൻ നമ്മളോട് കൽപ്പന ഉണ്ട് എന്നും അതുകൊണ്ട് ദുഃഖം ആചരിക്കുക എന്ന ഷിയാക്കളുടെ ശൈലിയോ മറ്റോ ഒന്നും ചെയ്യാതെ മഹത്തുക്കൾ പഠിപ്പിച്ചത് ചെയ്യുക എന്ന് മജ്മു ബിഹാറിൽ അൻവാർ 5-ാം വാല്യം 307 രേഖപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക, എന്തെല്ലാം നിലക്ക് കുല്ലുമ അത് ഖലഫിൽ അദബി വൽ ഇജ്ലാലി കാന ഹസന, എങ്ങനെയൊക്കെ ആദരിക്കാൻ കഴിയും, ബഹുമാനിക്കാൻ കഴിയും, ആ വിധത്തിൽ ആദരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുള്ള സ്വഹാബത്തിനെ, അഹ്ലു ബൈത്തിനെ എല്ലാം ബഹുമാനിക്കുക, ആദരിക്കുക എന്ന നിലയ്ക്കെല്ലാം മഹാന്മാരെ പഠിപ്പിച്ച ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് ഷിഫാ ഷരീഫിലൊക്കെ വിശദീകരിച്ച അവിടുത്തെ ആസാറുമായി ബന്ധപ്പെട്ട, അവിടുത്തെ അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും വലിയ ബഹുമാനവും ആദരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വതുഅസ്സിറുഹു വതുഅഖിറുഹു എന്ന് നമ്മളോട് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കുക, ബഹുമാനിക്കുക. ആ ബഹുമാനത്തിൻ്റെ ഭാഗങ്ങൾ എന്തെല്ലാമുണ്ട് മഹാന്മാർ പഠിപ്പിച്ച, ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് ഷിഫയിൽ പഠിപ്പിച്ച, അഹ്മദ് ബിൻ സൈദ് ദഹ്ലാൻ റഹിമഹുല്ലാഹ് അവിടുത്തെ ദുർറു സനിയയിലൊക്കെ പഠിപ്പിച്ച മീലാദ് ഷെരീഫിനെ ബഹുമാനിക്കും, മിൻ തഅ്ലീമിഹി അമലുൽ മൗലിദ് റൂഹുൽ ബയാനിലൊക്കെ പറഞ്ഞതുപോലെ ആ മൗലൂദ് ഷെരീഫിൻ്റെ മാസത്തിനെയും ആ ദിനത്തെയും ആദരിച്ച് ബഹുമാനിച്ച് ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ ജീവിതം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ റബീഉൻ നൂർ കടന്നു വരുമ്പോൾ അതിൻ്റെ ഇസ്തിഖ്ബാലായി, അതിനുവേണ്ടി ഇസ്തിഅദാദ് നമ്മുടെ ഭാഗത്തുണ്ടാകണം എന്നതാണ് ഈ ദിറാസയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ जिस सुहानी घड़ी चमका त्वैबा का चांद उस दिल अफरोज़े साअत पे लाखों सलाम मुस्तफ़ा जाने रहमत पे लाखों सलाम शम्अ बज़ में हिदायत पे लाखों सलाम اللهم إنا نسألك ونتوجه إليك بمحمد النبي الرحمة يا رسول الله إنا قد توجهنا بك إلى ربنا في حاجتنا هذه لتقضى اللهم فشفعه فينا وصل على جميع الأنبياء والمرسلين وملائكتك المقربين وعبادك الصالحين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.